നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. കേരള PSC നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാനായിട്ട് കഴിയും? സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പം നമുക്കറിയാം സബ് ഇൻസ്പെക്ടറിന് രണ്ടായിട്ടാണ് നോട്ടിഫിക്കേഷൻ വരിക. അതായത് ആംഡ് SIക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും, അതിനോടൊപ്പം തന്നെ സാധാരണ സിവിൽ SIക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയം കാണും, എന്താണ് ആംഡ് SIയും സിവിൽ SIയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. നമ്മളതാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുക. എന്താണ് ആംഡ് SIയും സിവിൽ SIയും തമ്മിലുള്ള വ്യത്യാസം, ഏതാണ് മെച്ചമായിട്ടുള്ളത്, നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത് ആംഡ് SIയുടെ നോട്ടിഫിക്കേഷൻ ആണ്. ഈ ആംഡ് SIയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എന്താണ്? ആംഡ് SIയിൽ പോലീസ് കാറ്റഗറിയിലേക്ക് വരുന്നത് 508/2024 തൊട്ട് 509/2024 വരെയാണ്. അതായത് 508/2024 എന്ന് പറയുന്നത് ഓപ്പൺ കാറ്റഗറിയിൽ, ജനറൽ കാറ്റഗറിയിൽ എഴുതാൻ കഴിയുന്നതും, ദെൻ 509/2024 എന്ന് പറയുന്നത് കോൺസ്റ്റാബുലറി കാറ്റഗറിയിൽ എഴുതാൻ കഴിയുന്നതുമാണ്. ഓക്കെയാണ്. ഇതിന്റെ സാലറി നോക്കി, ആംഡ് SIയുടെ സാലറി 45,600 മുതൽ 95,600 വരെയാണ്. ഇത് തന്നെയാണ് നമുക്ക് എവിടെയും കാണാനായിട്ട് കഴിയുക, നമ്മുടെ കേരള സിവിൽ SIയിലും കാണാനായിട്ട് കഴിയുക. സിവിൽ SIയിലും എത്ര തന്നെയാണ് സാലറി? 47,600 മുതൽ 95,600 വരെയാണ്. അപ്പൊ രണ്ടിലും സാലറി സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. അവിടെ യാതൊരു വിധ വ്യത്യാസവുമില്ല. നിയമനം വരുമ്പോഴാണ് പ്രധാനമായിട്ടൊരു വ്യത്യാസം വരിക. നമ്മുടെ സിവിൽ SI ആണെങ്കിൽ അത് സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്കാണ് പോവുക. സ്റ്റേഷനിലെ ഒരു പവറുള്ള ഒരു SI പോസ്റ്റിലേക്ക് പോകുന്നു. എന്നാൽ ആംഡ് SI ആണ് എങ്കിൽ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ക്യാമ്പിലേക്കാണ് പോകുന്നത്. കേരളത്തിൽ അങ്ങോളമുള്ള ക്യാമ്പുകളിലേക്കാണ് ആംഡ് SI നിയമനം ഉണ്ടാവുക. എന്നാൽ സിവിൽ SI ആണെങ്കിൽ നേരെ സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അതാണ് ഇവർ തമ്മിലുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ദെൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആംഡ് SIയുടെ നിയമനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ കാറ്റഗറി, കോൺസ്റ്റാബുലറി കാറ്റഗറി എന്നിങ്ങനെ രണ്ട് രീതിയിലാണ് ആംഡ് SIയിൽ എഴുതാൻ കഴിയുക. എന്നാൽ സിവിൽ SI ആണെങ്കിൽ അവിടെ 3 കാറ്റഗറിയിലേക്ക് എഴുതാൻ കഴിയും. അതായത് ഓപ്പൺ കാറ്റഗറി സാധാരണ എല്ലാവരും അപ്ലൈ ചെയ്യുന്നത് പോലെ എഴുതാം. അതേപോലെ തന്നെ മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് എഴുതാനായിട്ട് കഴിയും. അതായത് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഉണ്ടല്ലോ, LD ക്ലർക്ക് പോലെയുള്ള മിനിസ്റ്റീരിയൽ സ്റ്റാഫ്, അവർക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ കോൺസ്റ്റാബുലറി കാറ്റഗറിയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പം ആംഡ് SIയിലും സിവിൽ SIയിലും തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടെ കിട്ടി. ആംഡ് SIയിൽ എന്ത് പറ്റില്ല? മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ സിവിൽ SIയിലാണെങ്കിൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് കൂടി എന്ത് ചെയ്യാനായിട്ട് കഴിയും? അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. കോൺസ്റ്റാബുലറി, ഓൾറെഡി കോൺസ്റ്റബിൾമാരായിട്ട് പോലീസിലുള്ളവർക്ക് കൂടി എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഇത് രണ്ടിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ള കാര്യമാണ് മറ്റൊരു വ്യത്യാസം. ഇനി നേരെ ഇതിന്റെ പ്രായപരിധിയിലേക്ക് വന്നാൽ, നമ്മുടെ ആംഡ് SI ആണെങ്കിൽ 20-നും 36 വയസ്സ്, 20 ആണ് ഏറ്റവും കുറഞ്ഞ പ്രായം, 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ദെൻ അതേപോലെ തന്നെ മറ്റേ നമ്മുടെ നോർമൽ SI ആണെങ്കിൽ 20-31, സെയിം വയസ്സ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. രണ്ടിടത്തും സെയിം വയസ്സ് തന്നെയാണ്. എന്നാൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ആണെങ്കിൽ 36 വയസ്സ് വരെയും, കോൺസ്റ്റാബുലറി ആണെങ്കിൽ 36 വയസ്സ് വരെയും എന്ത് ചെയ്യാനായിട്ട് കഴിയും? അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് രണ്ടുപേരുടെയും, രണ്ട് കേസിലും പറയുന്നത് എന്താണ്? ബിരുദം തന്നെയാണ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നത് എവിടെയാണ്? അത് ഹൈറ്റിലാണ്. ആംഡ് SI ആണെങ്കിൽ 167 സെന്റിമീറ്റർ ആണ് എന്ത് പറയുന്നത്? ഹൈറ്റ് പറയുന്നത്. ഇവിടെ ഉയരം കൂടിയ ഉദ്യോഗാർത്ഥിക്കായിരിക്കും മുൻഗണന. അതായത് റാങ്ക് ലിസ്റ്റിൽ ഒരേ മാർക്ക് തന്നെ വന്നാൽ ഉയരം കൂടിയ കുട്ടിയായിരിക്കും ആദ്യം എന്ത് ചെയ്യുന്നത്? റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുക. ഉയരം കുറഞ്ഞ ആള് പിന്നിലേക്ക് പോകും. അതാണ് വ്യത്യാസം വരിക. അപ്പൊ 167 സെന്റിമീറ്റർ ആണ് എന്തിൽ വേണ്ടത്? SIക്ക് ഒരു ഹൈറ്റ് ആയിട്ട് വേണ്ടത്. ഇവിടെ ആംഡ് SIക്ക്. എന്നാൽ സിവിൽ SI ആണെങ്കിൽ ഹൈറ്റ് എത്രയാണ് വരിക? നോക്കിക്കടാ, സിവിൽ SI ആണെങ്കിൽ ഹൈറ്റ് വരുന്നത് 165.10 സെന്റിമീറ്റർ ആണ്. അപ്പൊ അവിടെ ഒരു 2 സെന്റിമീറ്ററിന്റെ ഡിഫറൻസ് ഉണ്ട്. ആംഡിന് 2 സെന്റിമീറ്റർ കൂടുതൽ വേണം, 167 സെന്റിമീറ്റർ. എന്നാൽ സിവിൽ SI ആണെങ്കിൽ 165.10 സെന്റിമീറ്റർ ആണ് വേണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇവിടെ പട്ടികജാതി പട്ടികവർഗമാണെങ്കിൽ 160.02, നെഞ്ചളവ് 81-28, പിന്നെ 5 സെന്റിമീറ്റർ എന്ത് ചെയ്യാനായിട്ട് കഴിയണം? എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കഴിയണം. എന്നാൽ ആംഡ് SI ആണ് എങ്കിൽ നെഞ്ചളവ് 81 സെന്റിമീറ്റർ ആണ്, 5 സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കഴിയണം. ബാക്കി നമ്മുടെ കണ്ണിന്റെ കേസെല്ലാം സെയിം ആണ്, രണ്ടിടത്തും സെയിം ആണ്. 6/6 ആണ് കണ്ണിന്റെ ദൂരക്കാഴ്ച വേണ്ടത്. സമീപ കാഴ്ചയാണെങ്കിൽ 0.5 സ്നെല്ലൻ ആണ് വേണ്ടത്. അത് രണ്ടിടത്തും എന്ത് തന്നെയാണ്? സെയിം ആണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ദെൻ ബാക്കി പൂർണ്ണമായിട്ടുള്ള കണ്ണിന്റെ കാഴ്ചശക്തി ഉണ്ടാവണം. വർണ്ണാന്തത പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മുട്ടുതട്ട്, അതേപോലെ തന്നെ പരന്ന പാദം, ഞരമ്പ് വീക്കം, വളഞ്ഞ കാലുകൾ, വൈകല്യമുള്ള കൈകാലുകൾ, ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പൊ
നിയമനം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുള്ള ഒരു ഭാഗമാണ്. നിയമനമാണെങ്കിൽ നേരെ എവിടെയാണ് ആംഡ് എസ് ഐ വരുന്നത്? അത് ആംഡ് ആയിട്ടുള്ള ക്യാമ്പുകളിലേക്കായിരിക്കും. എന്നാൽ നമ്മുടെ സിവിൽ എസ് ഐ ആണെങ്കിൽ സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്കാണ് നിയമിക്കപ്പെടാനായിട്ട് സാധ്യതയുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നിയമിക്കപ്പെടുക. അതാണ് ഏറ്റവും മേജർ വ്യത്യാസം. സാലറിയിൽ ഒന്നും വ്യത്യാസമില്ല. ഹൈറ്റ് ആണെങ്കിൽ 167 സെന്റിമീറ്റർ ആണ് ആംഡ് എസ് ഐക്ക് വേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ സാധാരണ എസ് ഐ സിവിൽ എസ് ഐ ആണെങ്കിൽ അവിടെ 165.10 ഹൈറ്റ് വേണ്ടെന്ന് ഓർക്കുക. ഈ ഓരോ കാറ്റഗറിയിലേക്ക് സെപ്പറേറ്റ് ആണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഇതിൽ സിവിൽ എസ് ഐ ആണെങ്കിൽ ഒരു വ്യക്തിക്ക് ഒന്നുകിൽ ഓപ്പൺ കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ മിനിസ്റ്റീരിയലിലേക്ക് അപ്ലൈ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ കോൺസ്റ്റാബിളറിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ ജനറൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഓപ്പൺ കാറ്റഗറിയിലേക്ക് മാത്രമേ കഴിയുള്ളൂ. കോൺസ്റ്റാബിളറി ആണെങ്കിൽ അവർക്ക് ഓപ്പൺ ആയിട്ടോ കോൺസ്റ്റാബിളറി ആയിട്ടോ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഏതിൽ ഒരെണ്ണത്തിലോട്ട് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ആംഡ് എസ് ഐയിലും അതേപോലെ തന്നെ രണ്ടിലേതെങ്കിലും ഒന്നിലോട്ട് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഓക്കെ ആണല്ലോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. നമ്മുടെ ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡിഗ്രി ലെവലിലെ ബാച്ച് നമ്മളിപ്പോൾ റണ്ണിംഗ് ആണ്. അപ്പൊ അതിന്റെ അടുത്തൊരു ബാച്ച് ജനുവരി മാസം 1-ാം തീയതി ആരംഭിക്കുന്നുണ്ട്. അപ്പൊ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. 8281223366 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും, ആ ബാച്ചുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കും. കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിലബസോട് കൂടി അല്ലെങ്കിൽ ഒരു പ്ലാനോട് കൂടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ബാച്ചിൽ പഠിപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഓരോ കോഴ്സിനും ഓരോരുത്തർക്ക് പോയി ജോയിൻ ചെയ്യേണ്ട. സെക്രട്ടറി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, എസ് ഐ ആയിക്കോട്ടെ, മറ്റേത് ഡിഗ്രി ലെവൽ പോസ്റ്റ് ആയിക്കോട്ടെ, അതിലേക്കെല്ലാം കൂടി ഒരൊറ്റ ബാച്ചിലേക്ക് അല്ലെങ്കിൽ ഒരൊറ്റ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? എല്ലാ കോഴ്സുകളുടെയും സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ, മെയിൻസിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ പഠിക്കാനായിട്ട് കഴിയുന്ന ഒരു സുവർണ അവസരമുണ്ട്. ജനുവരി മാസം ആദ്യത്തെ ആഴ്ച വരെ ന്യൂ ഇയർ പ്രമാണിച്ചുള്ള ഒരു ഓഫർ ഉണ്ട്. 10% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മുടെ ബാച്ചുകളുടെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുക. അപ്പൊ മറ്റൊരു സെഷനിൽ കാണാം.